ഫാത്തിമിനത്തില്ല മോനെ അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ചാലഞ്ച് ആയിട്ടാണ്. നമ്മളെ ചാലഞ്ച് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കമന്റ് ബോക്സിൽ കണ്ടു. ഒരുപാട് സന്തോഷം. നമ്മള് 5K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നമ്മളെ സോങ് ഉടനെ വരും ഇൻഷാ അല്ലാ. പിന്നെന്താന്ന് വെച്ചാല് നിങ്ങളെന്താണെന്നൊന്നും പറയാത്ത വേറെടാ, നിങ്ങള് ഈ ചാനല് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിൽ ഫാസിലി ഈ പണി നിർത്തി മൊട്ടടിച്ച് വീട്ടിലേക്ക്. ഇത് ഷെയറും ബെല്ലൈക്കണും ചെയ്തില്ലേ ഫാസിലി ഞങ്ങൾ മൊട്ടടിക്കും. എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നമ്മളെ വീഡിയോ ഇപ്പൊ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അവരോട് എന്താ പറയാനുള്ളത്? നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? അപ്പൊ ഇന്നത്തെ ചാലഞ്ച് എന്താന്ന് വെച്ചാല് നമ്മളൊരു ഫ്രൂട്ടിന്റെ ഇന്നറ് ഔട്ടറ് മിഡില് അത് മൂന്ന് പാത്രത്തിലാക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഷഫിൾ ചെയ്തിട്ട് അത് കിട്ടുന്ന ആള് അതിന്റെ അകത്ത് എന്താണോ ഉള്ളത് അത് കഴിക്കേണ്ടി വരും. അതായത് തൊലിയാണെന്നുണ്ടെങ്കിൽ തൊലി കഴിക്കേണ്ടി വരും, സീഡാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളത്തെ കുരുവാണെന്നുണ്ടെങ്കിൽ കുരു കഴിക്കേണ്ടി വരും. ഓക്കെ അല്ലേ? എനിക്കുണ്ട് വേറെ കാര്യം. അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് കടക്കാം. അപ്പൊ നമ്മള് ലെവൽ 1ലേക്ക് അപ്പൊ താന്നോ പറഞ്ഞു ഫസ്റ്റ് അമ്മയെ സെലക്ട് ചെയ്തോ. ഞാൻ എന്റെ സെന്ററിൽ എന്റെ നേരെ ഇരിക്കുന്ന എടുക്കണ്ടേ. ഫസ്റ്റ് അമ്മയെ വന്നിച്ചോ. എനിക്ക് ആപ്പിളാ കിട്ടിയിട്ടുള്ളൂ. അർച്ചോനെ തൊലി കിട്ടിയാ പിന്നെയും കുഴപ്പമുണ്ടാവില്ല. ഞാനാണ് ലോക പ്രശസ്തൻ. മറ്റെന്തൊക്കെ ഉണ്ടല്ലോ ഇതില്. അതും നിന്നതാ ഇതും നിന്നതാ. എടാ കുരു മാത്രം എന്നാ പോലെ പറ്റില്ല. ഈ 12 നിന്നണം. അടുത്ത വരൂട്ടാ. അല്ലെങ്കിൽ അടച്ചാൽ നിന്നാ മതി. പേടിച്ച് രണ്ടാളും പേടിച്ച്. കൊഴപ്പില്ല കൊഴപ്പില്ല. നീന്നു ഇത് പിന്നെ കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിച്ചു. പക്ഷെ കഴിപ്പുണ്ട്. തൊലി ലാസ്റ്റ് നമ്മൾ കഴിപ്പുണ്ട്. എന്തോ കുഴപ്പമില്ലല്ലോ. എനിക്കാണല്ലോ ഫുള്ള് കുഴപ്പം. ഇത് ആപ്പിൾ വലിയ സീൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. ടാസ്കില് ഫുഡ് എന്നതിനേക്കാളും മഴയാണ്. ഇവരെ രണ്ടാളും ഇവിടെ എങ്ങനെ പിടിക്കണം? രണ്ടു പേരും കള്ളന്മാരാണ്. കാണുന്നുണ്ട്. ജീവന്റെ കണ്ണു കൊത്തിക്കൊണ്ടിട്ടാ. ജീവന്റെ കണ്ണു ഞങ്ങൾ രണ്ടാളെ കണ്ണു കൊത്തി. ഞാൻ ലാസ്റ്റ് ചേട്ടാ ഫ്രൂട്ട് ഏതാ? വാട്ടർമെലൺ. ഞാൻ ഇപ്രാവശ്യം എന്റെ സെന്ററിലുള്ള സെലക്ട് ചെയ്യാൻ പോകുന്നു. പഠിച്ചോനെ ഈശ്വര ഒരാപത്തും വരുത്തല്ലേ. അന്റെ പെണ്ണുങ്ങള് വന്ന് ഇതൊന്നും കണ്ടില്ല.
തരിയുള്ള സാധനം. കൊതിപ്പിച്ച് ഇനി അടുത്ത ആരാ? പാതി അയ്യോ. ആ കടിക്കട എടാ. അങ്ങനെയല്ല ഒരു തോലി അടിക്കണം പുറന്തോട് അത് ആർക്കും കേട്ടോ. അപ്പൊ മോനെ മരുന്നോട്ടാ. ഏതെങ്കിലും 10 പേരെ തല്ലി ഡോണായവനല്ല ഞാൻ തല്ലിയ 10 പേരും ഡോണുകളാ. അത് അവന്റെ ഒടുക്കത്തെ കലക്ക. ഇനി ഞാൻ കലക്കും. ഞാൻ തിന്നേ ഭർത്തക്കന്റെ ഒരു ഇടി കൂടുന്നു നല്ല പത്രത്തിലുണ്ടായിരുന്നു. ആയിക്കോട്ടെ ഞാൻ ശ്രമിക്കും. ഒത്തില്ല എന്താണ് ഒത്തില്ല കാണാൻ പറ്റുന്നില്ല ചേട്ടാ. കൊതിപ്പിക്കാതെ ലെവൽ 2 ലെവൽ 3 അങ്ങനെ തൊട്ടുപടുന്നാണോ എനിക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അതൊന്നും പോയി വന്നാ ഇതെന്നാണ് അതല്ലേ ഇത് ഒരു ഉള്ളുന്നുണ്ട് അപ്പൊ തെറ്റല്ലേ? നെക്സ്റ്റ് മര്യാദക്ക് ഇങ്ങനെ ആദ്യം അമ്മിനെ നോക്കിക്കോട്ടാ. പറഞ്ഞിട്ടോ പശിക്കുഞ്ഞു പശിക്കുഞ്ഞു ഞാനാ ഫസ്റ്റ് ഇപ്പൊ ഫസ്റ്റ് എടുക്കാൻ പോകുന്നു. അതെ ഓറഞ്ചാണ്. തൊലി കിട്ടിയ അർജന്റ് വിട്ടല്ലേ? ഇത് നേരത്തെ എടുത്ത പൊന്നി എടുത്താണ് പാതി തുടങ്ങിക്കോ. ഞാൻ ഇതോട്ട് തിന്നിട്ടേ അത് പറ്റും കേട്ടോ. അത് ആ ഭയങ്കര അത് നല്ല കഴിപ്പുണ്ടോ അതൊക്കെ ഞാൻ ഇവിടെ കരുതുന്നു കുറച്ചും കൂടെ ഞാൻ തരാം ഡൗണല്ലേ മുണുങ്ങി വിടണട്ടാ. മുണുങ്ങി വിടല്ലോ ഇപ്പൊ ചെയ്ത്. അതുകൊണ്ട് ഞാൻ കഴിക്കട്ടെ. ഞാൻ ലാസ്റ്റിനല്ല നിങ്ങളൊക്കെ തിന്നില്ലേ? ഇത് ഫുള്ളോടെ തിന്നാൻ പറ്റാ. 1 ലക്ഷം അവരോട് ചോറായിട്ട് മതി ചെന്ന് ഇന്റെ അടുത്തേക്കാണ് അല്ല അങ്ങോട്ട് വെച്ചവളൊക്കെ കുറച്ച് മണ്ടേക്ക് ഒരു സാധനം കാണിച്ചല്ല. അടുത്തയിലേക്ക് പോവാം. ഓക്കെ ലെവൽ 4 അടുത്ത അമേലോ ഉമ്മാമ്പഴം തോല് കിട്ടിയാ വീട്ടില് ഉമ്മാമ്പഴത്തിന്റെ വേറെ പ്രത്യേകത എന്താ വെച്ചാല് സീഡാണ് നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ ഇതിലായിരിക്കും തോല്. നീയായിരുന്ന തോല് ഇതൊന്ന് വേഗം
വന്നല്ലോ ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സ് വന്നു വന്നു കൊല്ലുന്നല്ലോ ഫീലിങ്സ് തിന്നാ നാളെ കൊറേ കഴിപ്പിച്ച് ഓള് ഇന്നോടല്ലേ ചോദിച്ചാൽ എനിക്കെന്നെ കിട്ടി ഞാൻ തിന്നേടെ മോനെ എന്താ ഒരു ഇടി കുറച്ച് എക്സ്പ്രഷൻ ഉണ്ടെന്നുള്ളൂ എനിക്ക് അത്ര കയ്പുണ്ടാക്കി നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇത് ഫുള്ള് തിന്ന് കൈപ്പിനെല്ലാം ഇതൊന്നുമില്ല. നീ പകപോക്കാണല്ലേടാ. ഡയലോഗ് മൊബൈലില്ല അവരിച്ച് അപ്പൊ ഏതാ ഫ്രൂട്ട് ഏതാ? സപ്പോട്ട. ചിക്കുവാണ് ചിക്കു ചിക്കുവാണ് നമുക്ക് ഉള്ള ഫ്രൂട്ട്. ചിക്കുന്റെ തോലിട്ടാലും കുരുട്ടിയാലും നീനാണ്. തോലിട്ട് അധികം നീണ്ടല്ലോ കുരുട്ടിയാണ്ട് ഇറക്കാൻ കുറച്ച് പാടാം. ഞാനല്ലേ ഫസ്റ്റ്? ഒരു കുരാണ്ട് കിട്ടിയത് നേരത്തെ ഞാൻ എടുത്തത് ഇതല്ലായിരുന്നു. പിങ്ക് എടുക്കറിയില്ല. പിങ്കപ്പോ പെണ്ണുകൾക്ക് ഇഷ്ടമാണ്. എനിക്ക് പെണ്ണുള്ളതുകൊണ്ടായി അതെടുത്തോ. എനിക്ക് ഫാത്തിമിനൊക്കെ ലൗക്കെ ഉണ്ട്. കേക്കണ്ട. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പക്ഷെ അതാണ് എടുത്താൽ മതി തോന്നുന്നുണ്ട്. ഫസ്റ്റ് കയ്യ ചെയ്യുമ്പോൾ ഒരു പീസ് തരുവാ. എനിക്ക് ഇഷ്ടമല്ലേ ചിക്കു? ഞാൻ തിന്നണോ? ഇത് തിന്നോ? ചിക്കുനെ ഒരു സീൻ ഉണ്ടാവില്ല. ഞാൻ തിന്നതാ. ഞാൻ ചൈനീസ്കാരനാണ്. ഞാൻ ചൈനീസ് കഴിക്കാൻ പോയിക്കാ. ആ ചൈനീസ് വന്നില്ലല്ലോ. നമ്മൾ കഴിക്കും. എന്നാലും ചില വായി കുരുവാ. വീങ്ങണ്ടട്ടാ ചന്തി കുടുങ്ങും. കഴിക്കണ്ട എന്റെ പല്ലു. അപ്പൊ നെക്സ്റ്റ് മീനാമ്പഴം. നമ്മളവിടെ മീനാമ്പഴം എന്നാ പറയല്ലേ? ഈ സാധനത്തിന് വേറെ എന്താ പറയല്ലോ? പല സ്ഥലത്ത് പല പേര് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റേ ഇവിടെ എറണാകുളം ഉണ്ടല്ലോ, എറണാകുളം ആ ഭാഗത്ത് ചിലർ ഇതിന് മുളമ്പായ എന്നൊക്കെ പറയും. മുള്ളമ്പായം എന്നല്ല, സീതാപ്പഴം. എറണാകുളത്തിൽ സീതാപ്പഴം എന്നാ പറയല്ലേ? നിങ്ങളൊക്കെ അവിടെ എന്താന്ന് പറയാന്ന് കമന്റ് ചെയ്യട്ടോ. ഞാനുണ്ടല്ലോ, ഞാനടുത്ത് സ്കൂളിൽ നിന്ന് എറണാകുളത്തേക്ക് പോയപ്പോണ്ടല്ലോ ഈ ഭാഗം വെക്കുന്നുണ്ട്. അവിടെ മുളമ്പായ എന്ന് പറയും. മുളമ്പായ എന്ന് പറയാൻ മുള്ളൻ ചക്ക ഇല്ല. ഇതേ സാധനം. ഇതിലാരാണ് നീ ഫസ്റ്റ് ജലത്തി? ഒരു സൂചി എന്റെ ഓളി കുണ്ടിക്കൂടെ കൾച്ചർ ഇല്ലാത്ത കൺഫ്യൂഷൻ തീർക്കണമേ. എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. നീ അമിയല്ലേ? അമി കമോൺ.
ഏതോ ഒന്ന് വേണം. അമിയ ഇതിലാണ് ഫ്രൂട്ട്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായി. ആരോ ഓർഡറാട്ടോ നോക്കുന്നു. വെറുതെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിനുള്ളിൽ കാലടെ കൊണ്ട് കൂരി വെച്ചു. ഒരു മുറിഞ്ഞു വിടണ്ടോ, ഒഴുങ്ങണ്ട, അടിച്ചിട്ടുണ്ട്. ഇതിന്റെ തോന്നുന്നത് ഇത് കൊഴുന്നോ? എന്താട്ടി വിഴുങ്ങിയാ? വിഴുങ്ങണ്ടായിരുന്നു. വിഴുങ്ങിയാൽ നമ്മളെ വയറിനുള്ളിൽ പോയിട്ട് ഇനി മരം മുളച്ചു വരും. ആ ബ്രോസ്റ്റിനെ പോയി മരം മുളക്കലല്ലേ? ബ്രോസ്റ്റോ? ബ്രോസ്റ്റൊക്കെ നമ്മളെ തിന്നില്ല. പൊട്ട ബ്രോസ്റ്റിന്റെ പോലത്. ഇതെന്ന് വെച്ചാൽ ഇതല്ലേ, സീഡല്ലേ, മണ്ണ് കൊണ്ടുപോയി കുഴിച്ചിട്ടാല് മരം മുളച്ചു വരൂലേ? കുരന്നിട്ടൊന്നും മുളച്ചില്ല. ഇല്ല, നമ്മളിങ്ങനെ വിഴുങ്ങിയാല് മുളച്ചു വരും. ബിജിന്നങ്ങനെ ഇങ്ങനെ തുപ്പും. പാടിക്കുടുങ്ങി പാടിക്കുടുങ്ങി. എന്നല്ല ഇതിരി കൂരി എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കൊടുക്കാം. അപ്പൊ അതിങ്ങനെ പൊട്ടുന്നു. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. സോങ് ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വേഗം തന്നെ ഇറക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.